ചാലക്കുടിയിൽ പോലീസ് ജീപ്പ് അടിച്ചു തകർക്കുകയും പോലീസിനെതിരെ വെല്ലുവിളി നടത്തുകയും ചെയ്ത കേസിൽ ഒളിവിലായിരുന്ന ഡിവൈഎഫ്ഐ നേതാവ് നിതിൻ പുല്ലൻ കസ്റ്റഡിയിൽ. ഒല്ലൂരിലെ സുഹൃത്തിന്റെ വീട്ടിൽ ഒളിവിൽ കഴിയുന്നതിനിടയിലാണ് നിതിൻ പുല്ലനെ പോലീസ് പിടികൂടിയത്. ഗവൺമെന്റ് ITI യൂണിയൻ തെരഞ്ഞെടുപ്പിലെ SFI വിജയത്തിന് പിന്നാലെയാണ് പോലീസ് ജീപ്പിന് മുകളിൽ കയറി നിന്ന് ചില്ലടിച്ചു തകർക്കുകയും ബോണറ്റിൽ കയറിയിരുന്ന പോലീസുകാരെ പരസ്യമായി അസഭ്യം പറയുകയും ചെയ്തത്. ഇന്നലെ നിതിൻ പുല്ലനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നുവെങ്കിലും ചാലക്കുടി ഏരിയ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ CPM പ്രവർത്തകർ ബലം പ്രയോഗിച്ച് മോചിപ്പിച്ച് ഓട്ടോയിൽ കയറ്റി രക്ഷപ്പെടുത്തി. പിന്നാലെ ഒളിവിൽ പോയ ഇയാൾക്കായി തൃശൂർ സിറ്റി റൂറൽ പരിധികളിൽ പോലീസ് തിരച്ചിൽ ഊർജിതമാക്കിയിരുന്നു. ഇതിനിടയിലാണ് ശനിയാഴ്ച ഉച്ചയോടെ ഒല്ലൂരിലെ സുഹൃത്തിന്റെ വീട്ടിൽ നിന്ന് പ്രതിയെ പിടികൂടിയത്. അതിനിടെ ചാലക്കുടി SIക്കെതിരെ ഭീഷണിയുമായി SFI നേതാക്കൾ രംഗത്തെത്തി. ചാലക്കുടി SI അഫ്സലിനെ തെരുവ് പട്ടിയെ പോലെ തല്ലുമെന്ന് SFI കേന്ദ്ര കമ്മിറ്റി അംഗം ഹസൻ മുബാറക് പറഞ്ഞു. SIയുടെ കാലുകൾ തല്ലിയൊടിച്ച് വിയൂരിലോ കണ്ണൂരിലോ പൂജപ്പുരയിലോ കിടക്കേണ്ടി വന്നാൽ പുല്ലാണെന്നും ഹസൻ പറഞ്ഞു. SIക്കെതിരെ പരസ്യമായാണ് ഹസന്റെ അസഭ്യവർഷം. SFI പ്രവർത്തകർ പോലീസിനെതിരെ ചാലക്കുടിയിൽ പ്രകടനം നടത്തി. പോലീസ് ജീപ്പ് അടിച്ചു തകർത്ത കേസിൽ പ്രതിയായ DYFI ബ്ലോക്ക് പ്രസിഡന്റും ജില്ലാ കമ്മിറ്റി അംഗവുമായ നിതിൻ പുല്ലനെ പാർട്ടി സംരക്ഷിക്കുന്നതായി ആക്ഷേപമുയർന്നിരുന്നു. ചാലക്കുടി ITI തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ സംഘർഷത്തിലാണ് പോലീസിന് നേരെ DYFI പ്രവർത്തകരുടെ ആക്രമണമുണ്ടായത്. പോലീസ് ജീപ്പ് അടിച്ചു തകർത്ത പ്രവർത്തകർ ഇതിലെ പ്രതിയായ നിതിൻ പുല്ലനെ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് മോചിപ്പിച്ച് ഓട്ടോറിക്ഷയിൽ കയറ്റിക്കൊണ്ടു പോവുകയായിരുന്നു. തെരഞ്ഞെടുപ്പ് വിജയിച്ചതിനു പിന്നാലെ നിതിൻ പുല്ലന്റെ നേതൃത്വത്തിൽ പ്രവർത്തകർ ടൗൺ ചുറ്റി ആഹ്ലാദ പ്രകടനം നടത്തിയിരുന്നു. SI M അഫ്സലും ASIയും അടക്കം 5 പോലീസുകാർ സഞ്ചരിച്ചിരുന്ന ജീപ്പ് ഓടിക്കൊണ്ടിരിക്കെ അതിനു മുകളിലേക്ക് നിതിനും സംഘവും ഇരച്ചു കയറി. ബോണറ്റിന് മുകളിൽ നിന്നുകൊണ്ട് ആഞ്ഞു ചവിട്ടി. ചില്ലു തകർത്ത ശേഷം റോഡിലേക്ക് വിതറി. SI അടക്കമുള്ളവരെ കേട്ടാൽ അറയ്ക്കുന്ന ഭാഷയിൽ അസഭ്യം പറഞ്ഞു. ഇതിനു പിന്നാലെ കൂടുതൽ പോലീസ് സ്ഥലത്തെത്തി നിതിനെ കസ്റ്റഡിയിലെടുത്തു. ഇതിനിടയിലാണ് ചാലക്കുടി ഏരിയ സെക്രട്ടറി KS അശോകന്റെ നേതൃത്വത്തിൽ നിതിൻ പുല്ലനെ മോചിപ്പിച്ചത്. പോലീസ് നിതിനെ വലിച്ചിഴച്ചു കൊണ്ടുപോകാൻ ശ്രമിച്ചതോടെ പോലീസും പ്രവർത്തകരും തമ്മിൽ പിടിവലിയുണ്ടായി. ഇതിനിടെ പ്രവർത്തകർ സംഘം ചേർന്ന് നിതിനെ മോചിപ്പിച്ച് ഓട്ടോയിൽ കയറ്റി രക്ഷപ്പെടുത്തുകയായിരുന്നു. വെള്ളിയാഴ്ച വൈകിട്ട് 5:45ഓടെയായിരുന്നു അക്രമം നടന്നത്. ITI ക്യാമ്പസിലും റോഡിലും ബോർഡുകൾ സ്ഥാപിക്കുന്നത് സംബന്ധിച്ച് 2 ദിവസം മുമ്പ് SFI ABVP പ്രവർത്തകർ തമ്മിൽ തർക്കം നടന്നിരുന്നു. പോലീസ് എത്തി ഇരുവരുടെയും ബോർഡുകൾ നീക്കം ചെയ്തു. SFIക്കാരുടെ ബോർഡുകൾ നീക്കം ചെയ്തതിൽ പ്രതിഷേധിച്ചായിരുന്നു DYFIയുടെ പോലീസ് ജീപ്പ് ആക്രമണം. SFIക്കാരും ഇതിൽ ചേർന്നു. പോലീസ് ജീപ്പിന്റെ ബോണറ്റിൽ കയറി നിന്ന് ചില്ല അടിച്ചു പൊട്ടിച്ചു. അക്രമം നടന്ന് അരമണിക്കൂർ കഴിഞ്ഞ് CPM പ്രവർത്തകർക്കൊപ്പം നിതിൻ പുല്ലൻ നടന്നു പോയപ്പോൾ കാത്തുനിന്ന പോലീസ് സംഘം പിടികൂടാൻ ശ്രമിച്ചു. എന്നാൽ ഇവർ തടഞ്ഞു. ബലപ്രയോഗത്തിലൂടെ നിതിനെ കൊണ്ടുപോകാൻ പോലീസ് ശ്രമിച്ചെങ്കിലും നടക്കാതായപ്പോൾ ലാത്തി വീശി. നിതിൻ പുല്ലനെ പിടികൂടി റോഡിലൂടെ വലിച്ചിഴച്ചു കൊണ്ടുപോയി ജീപ്പിട്ടിരിക്കുന്ന സ്ഥലത്തേക്ക് എത്തിയപ്പോഴേക്കും പ്രവർത്തകർ ബലം പ്രയോഗിച്ച് നിതിനെ മോചിപ്പിച്ചു കൊണ്ടുപോവുകയായിരുന്നു.